ഹായ് അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് എന്താ വെച്ചാൽ കാറ്റ് ഫാക്ടറി ആട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാലോ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല, ഞങ്ങൾ റൂമിൻ്റെ താഴെയുള്ള റോട്ടിൽ വന്നാലാണ് ഈ കാറ്റ് ഫാക്ടറി എന്ന്. ഞങ്ങളിങ്ങനെ രാത്രി കിടക്കുമ്പോൾ പറഞ്ഞു നമുക്ക് നടക്കാൻ പോകണം, കാഴ്ചകളൊക്കെ കാണാനാന്നൊക്കെ കേട്ടോ. പക്ഷെ നടക്കാൻ പോയിട്ട് റൂമിൽ പുറത്തിടാൻ വെച്ചിട്ട് തണുപ്പ് കാരണം പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പിന്നെ വെയിലൊക്കെ വന്നതിന് ശേഷം വണ്ടിമേട്ടാണ് പോകുന്നത്. പിന്നെ അങ്ങനെ വണ്ടിയിട്ട് വന്നതുകൊണ്ട് പിന്നെ അത്ര വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല, കാരണം വെയിലൊക്കെ വന്നും ചെയ്തിരുന്നു. രാവിലത്തെ നടത്തമൊന്നും നടക്കൂല കേട്ടോ. അങ്ങനെ എന്തായാലും കാറ്റ് ഫാക്ടറിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ശരിക്കും വർത്താനം പോലും പറയാൻ പറ്റണില്ല കേട്ടോ. പെരുംജാതി തണുപ്പായിട്ട് നമ്മൾ ഐസും കട്ടൊക്കെ തിന്നാൽ പിന്നെ നമുക്ക് വർത്താനം പറയുമ്പോൾ നാവ് ഒരു കട്ടിപ്പല്ലേ കാരണം എന്നാൽ മാതിരി കേട്ടോ. പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് പറയാൻ തന്നെ കിട്ടില്ല. അങ്ങനെ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താ പ്രത്യേകത വെച്ചാൽ നല്ല സ്വഭാവം കേട്ടോ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ. പണിക്കാർക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ ഇറ്റങ്ങൾ പണി കഴിഞ്ഞിട്ട് പോകാൻ തോന്നുന്നുണ്ട്. ചെരുപ്പും കയ്യും കാലൊക്കെ കേൾക്കുന്നുണ്ട്. അതും വെള്ളം ഞങ്ങൾ അറ്റങ്ങൾ കാലേക്കിട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കയറുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളും കാലേക്ക് കയറിയിട്ടാണ്. ആദ്യം ലാലോട്ട് കാലേക്കാൻ പോയിരുന്നു. പിന്നെ ലാലോനെ കഴിക്കാൻ ക്യാരറ്റ് എന്താ വെച്ചാൽ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഞങ്ങൾക്ക് തിന്നാൻ ക്യാരറ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ലാലും കയ്യും കാലൊക്കെ കഴുകി. പിന്നെ എനിക്കും കയ്യും കാലും കഴുകാനൊരു പൂതിയിട്ട. ലാലും ഇങ്ങനെ കഴുകണ കണ്ടപ്പോൾ ലാലു പിന്നെ എവിടെ പോയാലും മുഖം കഴുകൂട്ടോ. ലാലുവിന് മുഖം കഴുകൽ നിർബന്ധമാണ്. ലാലു മുഖം കഴുകുമ്പോഴാണ് ഒരു സുഖം എന്നറിയിട്ടോ. ലാലുവിൻ്റെ കയ്യും കാലും കഴുകലൊക്കെ കണ്ടപ്പോൾ ഇച്ചൊരു പൂതിയിട്ട. അപ്പോൾ ഞാനും പറഞ്ഞു ഇപ്പം കയ്യും കാലും കഴുകണം എന്ന് പറഞ്ഞിട്ട് ഞാനും കയ്യും കാലൊക്കെ കഴുകാൻ നിന്നിട്ട്. നല്ല തണുത്ത വെള്ളം കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്ന് പോയപ്പോഴാണ് ഈ ക്യാരറ്റിൻ്റെ കണ്ണിൽ പെട്ടത്. നല്ല തടിയുള്ളൊരു ക്യാരറ്റ് കേട്ടോ. പക്ഷെ അതൊക്കെ ഏറ്റവും ഒഴിവാക്കിക്കാം. നിലത്ത് ഇങ്ങനെ തട്ടി കളിച്ചിട്ട് കുറേ ക്യാരറ്റുകളുണ്ട്. ഞങ്ങൾ മെഷീനിൽ നിന്ന് ഇങ്ങനെ പുറത്ത് ചാടുന്നത് ഓല ഒഴിവാക്കിയതായിട്ടും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആ മെഷീൻ്റെ താഴെയൊക്കെ ഇഷ്ടംമാതിരി ക്യാരറ്റുകളുണ്ട് കേട്ടോ. എന്തോ ഒരു വൃത്തിയുള്ള ക്യാരറ്റുകൾ, നല്ല നല്ല ക്യാരറ്റുകൾ, പൊട്ടിയതാളും ഉണ്ട് നല്ലതാളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ വലുതാൾ വേറെ ചെറുതാൾ വേറെ പൊട്ടിയത് വേറെ അങ്ങനെയൊക്കെ ആക്കിയിട്ടാട്ടോ വെക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറിയതാട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടും. അങ്ങനെ എനിക്ക് ഇവിടെ നിന്നിട്ടോണ്ട് എത്തണമില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ഒരു ചേച്ചി കയറിക്കണം ആ ഒരു സ്ഥാനത്തമ്മ ചവിട്ടി പിടിച്ച് ഞാനും കയറി നിന്നിട്ട് എന്നാണ് തൊട്ട് എനിക്ക് കണ്ടെത്തുക. ലാലുവിനൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ വലിപ്പമില്ലാത്ത കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാനും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാ. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഓലിങ്ങനെ വേർതിരിച്ചിട്ട് ഇങ്ങനെ ആ കൊട്ടയ്ക്ക് ആക്കിയിടാം കേട്ടോ. ഇങ്ങനെ വരുന്ന ഇങ്ങനെ ചാടനൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ, നല്ല വൃത്തിയിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓല് ചെറുതാൾ വേറെ വലുതാൾ വേറെ അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് വെക്കണത്. അത് എന്നിട്ട് അപ്പുറത്ത് പോയി ചാടും. എന്നിട്ട് ഇങ്ങനെ തട്ടായിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർ അതിങ്ങനെ ഓരോ പാത്രത്തേക്ക് ഇവിടുന്ന് മാറ്റിയതിൻ്റെ പുറമെ ഓല അവിടെ പോയിട്ട് പാത്രത്തേക്ക് മാറ്റിയിട്ട് ചാക്കിലാക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓലൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എനിക്കും ഇങ്ങനെ പൂതിയാട്ടോ. നമ്മൾ കുറേ നോക്കി നിൽക്കുമ്പോൾ നമുക്കും അതേമാതിരിയൊക്കെ ചെയ്യാൻ തോന്നുമല്ലോ. അങ്ങനെ പിന്നെ ഞാനും ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടായിരുന്നു. ഞാനും എടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ടു. ഓല് ഇട്ട മാതിരിയൊന്നും ആവട്ടെ, ഓല് വലുതും ചെറുതൊക്കെ വേർതിരിച്ച് വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അടുത്തുള്ളൊരു കൊട്ടയൊക്കെ ഇട്ട്. പക്ഷേ ഈ ക്യാരറ്റുകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പലതും പല ഷേപ്പും മോഡലും ഒക്കെ ആയിട്ട്. അങ്ങനെ എന്തായാലും ലാലു ഇങ്ങനെ അവിടെ നിന്നിട്ട് നോക്കട്ടെ, ലാലുവിനെ കാണുന്നുണ്ട്. എനിക്ക് കാണാത്ത കാരണമായിട്ട് ഞാൻ അതിൻ്റെ മേലെ കയറി നിൽക്കുന്നത്. അപ്പോൾ ലാലുവിൻ്റെ റോങ് നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ലാലു ഇങ്ങനെ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ ആ ചാടണം ഇങ്ങനെ നോക്കി ആ ചാട്ടത്തിൽ ഇങ്ങനെ പുറത്ത് പോകണതൊക്കെ കേട്ടോ. താഴെ അങ്ങനെ കിടക്കുന്ന സംഭവങ്ങളൊക്കെ. പിന്നെ എന്തായാലും ഓരോ യന്ത്രങ്ങളല്ലേ ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വരുമ്പോൾ നല്ലൊരു ചളി പോലും ഇല്ലാതെ എന്ത് നല്ല സാധനം. പക്ഷെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറക്കണ കാണുമ്പോൾ ഇങ്ങനെ കാപ്പി കളറിൽ മണ്ണിൽ കൊണ്ട ക്യാരറ്റുകളാട്ടാ. പക്ഷെ അതൊക്കെ അങ്ങനെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ്റെ ഒരു കഴിവ് തന്നെയല്ലേ. എന്തായാലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ വരുമാനം ഇങ്ങനെയൊക്കെ ഓരോന്ന് കൃഷി തന്നെ കേട്ടാ. നല്ല സ്വഭാവമാണ് ഇറ്റങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഓരോ ഭാഷയിൽ ഓല് പറയുന്നത് കേട്ടോ. ലാലു അതിനൊക്കെ മറുപടി എടുക്കുന്നത്. എനിക്ക് പിന്നെ അറിയാത്ത കാരണം ഞാനിങ്ങനെ നോക്കി തന്നെ കേട്ടോ. പിന്നെ ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ അടുത്ത ഭായിമാരൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തൊരു ഭായ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലു എന്നോട് റെഡി അതാ ഹായ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നിട്ടാ. ഞാൻ പിന്നെ അതിങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇത് കാണാൻ തന്നെ നല്ല രസമില്ലേ ഓരോന്നും ഇങ്ങനെ ചാടന കാണാൻ. അതിൽ നിന്ന് ഓല് മാറ്റണമുണ്ട്, ബാക്കിയൊരു ചാക്കൊക്കെ അങ്ങനെ ആക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി ഈ നോക്കിക്കണ ഈ ചേട്ടന്മാരൊക്കെ ഇനി ഇത് ചാക്ക് എന്ന് പറയുമ്പോൾ ഓലത് അത് വലിച്ചു കൊണ്ടുപോയി മാറ്റി വെക്കും. എന്നിട്ട് വേറൊരാൾ അതിങ്ങനെ തുന്നായി കരട്ടെ ചെയ്യുക. ഈ തുന്നണൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അറ്റങ്ങളിങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാട്ടെ, ഇത് എന്തിനാ നമ്മൾ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ടാവേ. അപ്പോൾ ആരും ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ യൂട്യൂബ് ചാനൽ ഇടാനാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഓരിങ്ങനെ സൂപ്പർ എന്തൊക്കെ ലാലുവിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഓല് എന്താണ് കൊണ്ടോണൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നിട്ടാ. ഓല് ആ ചാക്ക് പൊളിച്ചോടട്ട പായാണ്. ഓലങ്ങനെ കൊടുന്ന് വെച്ച ചാക്കുകളാണ് ഇറ്റങ്ങൾ വേറൊരാൾക്കാർ വന്നിട്ട് ഇങ്ങനെ തുന്നിയേക്കാരട്ടാ. അത് തുന്നണ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. വലിയൊരു സൂചി
അപ്പോൾ ഈ ചെക്കനൊക്കെ നമ്മളെ ഫാൻസാട്ടാ. ലാലു ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ചെക്കന്മാരൊക്കെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ ഞങ്ങളായിട്ട്. അവരങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുന്നി തരാട്ടത്. ഓരോ പണി കഴിഞ്ഞിന്ന്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നതാ. അങ്ങനെ എന്തായാലും ലാലു പറഞ്ഞു ഒരു ഹായ് പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ചെക്കൻ അതേമാതിരി മറ്റൊരു കട്ടിയും അതേ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ലപോലെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞിട്ട് അത് ഈ ചക്കം കൂടി തുന്നി കാണിച്ചു തരാം കേട്ടോ. പക്ഷേ തുന്നണൊക്കെ നോക്കി എന്തോ ഒരു വൃത്തി. ആ തുന്നണ നോക്കിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാട്ടോ. ഞാൻ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് അവിടെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാട്ടുമ്പോൾ എനിക്കും അതേമാതിരിയൊക്കെ ചെയ്യാൻ തോന്നിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചുമ്പോൾ ഇങ്ങനെ അയക്കും ചെയ്യും കേട്ടോ. നമ്മളെല്ലാവിധ കളിക്കും നിന്നിരുന്ന ആൾക്കാരാട്ടോ അവിടെ ഉള്ളവരൊക്കെ. പക്ഷെ അങ്ങനെ പെട്ടെന്നൊക്കെ നമ്മൾ കൈമ കുത്തി കയറിയ മാതിരി അവിടെ നോക്കും കേട്ടോ. അപ്പോൾ ഓരിങ്ങനെ ലാലുവിനായിട്ട് നല്ല കമ്പനി ആയിട്ടാ. അവിടുത്തെ ചെക്കന്മാരൊക്കെ നല്ല കമ്പനിയാണ്. അങ്ങനെ ലാലുവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ എന്തായാലും ഞാനൊരു ക്യാരറ്റ് ഉണ്ട് കേട്ടോ, വലിയ നീണ്ടിട്ട്. പക്ഷേ അതിൻ്റെ അടിയൊക്കെ പോയിക്കണം. പക്ഷെ വലിയ നീണ്ട ക്യാരറ്റുകളൊക്കെ എനിക്ക് ഇങ്ങനത്തെയൊക്കെ വലിയതാളൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതം കേട്ടാ. ഞാൻ ലാലുവിനോട് ഇങ്ങനെ പറയുന്നു ഇങ്ങനത്തെയൊക്കെ വലിയ സൈസിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളെ നാട്ടിലേക്ക് കിട്ടുമോ കുറേ പിരാച്ചി ക്യാരറ്റുകളെ അറിയിട്ടാ. ചിലപ്പോൾ അങ്ങ് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഓഫറിൽ വലുത് കിട്ടുകയും ചെയ്യും. ചിലപ്പം കുഞ്ഞു കുഞ്ഞു ക്യാരറ്റുകളാവുമല്ലോ. അപ്പോൾ അത് പറയുന്നിട്ട് ഞാൻ ലാലുവിനോട് ഈ നിലത്തൊക്കെ കിടക്കണം എന്തോ ഒരു വലിയ ക്യാരറ്റുകളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നിട്ടോ. ഞാൻ പിന്നെ എന്തായാലും ഇതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ അതേമാതിരിയുള്ളൊരു മെഷീൻ. പക്ഷെ ഞാൻ അവിടേക്ക് ആദ്യം പോയി എടുത്തേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. ഇവിടെ പിന്നെ അതന്നെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ വല്ലാതെ നിന്നിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ വേഗം പോകുന്നു. ഇവിടെ പിന്നെ കുറച്ചും കൂടി പ്രായമായ ആൾക്കാരായിട്ടാണ് പണിയെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതേമാതിരി ഞങ്ങൾ ചെന്നപ്പോൾ ഒക്കെ ഞങ്ങളെ ചാനലൊക്കെ കളിച്ച് ചിരിച്ച് നല്ല വർത്താനം പറയുന്നുണ്ട് ഈ അമ്മൂമാരൊക്കെ. ഇതിൽ ഈ ചോപ്പ് ഇതിട്ട ചേച്ചിയൊക്കെ നല്ല കമ്പനി ചെയ്യുന്നുട്ടാ. ഞാൻ കാലേകം ചെന്നപ്പോഴൊക്കെ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് അതിൻ്റെ പേരക്കുട്ടികളൊക്കെ പ്രായം ഉണ്ടായിട്ട് എന്താണാവട്ടെ നല്ലൊരു സ്നേഹം കേട്ടോ അവിടെ ഉള്ളവർക്കൊക്കെ. ഇനി പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ടാ കണ്ട. പിന്നെ അവിടെ കണ്ടോ ചാക്ക് കൊടുന്ന് ഇങ്ങനെ കൊട്ടിട്ട് ചളിയുള്ള ക്യാരറ്റുകളൊക്കെ നമ്മൾ പറിച്ച സ്പോട്ടിലുള്ള ക്യാരറ്റുകളൊക്കെ നല്ല ചളിയിൽ പോട്ടിട്ടല്ലേ കാരണം അതിനി ഇങ്ങനെ ഇവിടുന്ന് കേക്ക് വൃത്തിയാക്കിയിട്ട് പിന്നെ അതുപോലെ ചാക്കിലാക്കി തുന്നിയിട്ട് പിന്നെ ഓല് ഇങ്ങനെ പുറത്ത് കേൾക്കാറട്ടെ ചെയ്യുക. പക്ഷെ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ പ്രത്യേക രസമായിട്ട് നമ്മളിങ്ങനെ നോക്കി നിന്നപ്പോൾ എന്തോ ഒരു വൃത്തിയാണ്. നമ്മൾ മനുഷ്യന്മാരും എല്ലാം കേക്ക് വൃത്തിയാക്കിയ മാതിരി ഓരോ കണ്ടുപിടുത്തങ്ങളും മെഷീൻ്റെ ഒക്കെ ഓരോ കൈവാളല്ലേ. അങ്ങനെ ഞാനതൊക്കെ ഇങ്ങനെ പറയുന്നിട്ട് ലാലുവിനോട് നമ്മളൊക്കെ ഇത് കേൾക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ എത്ര നേരം പിടിച്ചണം. അതൊക്കെ ഓരോ കൈവാളല്ലേ ഓരോരുത്തരുടെ കണ്ടുപിടുത്തങ്ങളല്ലേ മെഷീനും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അന്തം വിട്ട് ഓരോന്ന് പറഞ്ഞ് നിൽക്കുന്നിട്ടാ. ഈ ചേച്ചി പിന്നെ അവിടെ തന്നെ ഇങ്ങനെ ചാക്കാളൊക്കെ കേക്ക് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ അട്ടേക്ക് ഇടണുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അതിൻ്റെ ഉള്ളിലാകെ വള്ളക്കളി ക്യാരറ്റുകളും കേട്ടോ. നടക്കണോടത്തൊക്കെ ക്യാരറ്റ് ചവിട്ടുമ്പോഴൊക്കെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നട്ടെ. കാരണം നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലായിട്ടാവും നമുക്ക് ഇത്ര ഇടങ്ങേറ് തോന്നുന്നു. ഓലെ നാട്ടിൽ പിന്നെ സ്ഥിരം കൃഷി ഉള്ള സംഭവമാണ്. ഓർക്കൊരു വില ഇല്ലാതെ കിട്ടണതുകൊണ്ടാവും കേട്ടോ ഓർക്ക് അത്ര വലിയൊരു വിഷയം തോന്നാത്തത്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ക്യാരറ്റൊക്കെ അങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഇതേമാതിരി ചാക്കാളിൽ കൊണ്ടുവരണതാട്ടോ. പിന്നെ ആ ഒരു ചാക്കിൽ ഇതേമാതിരി ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന ഒരു ലോറി കേട്ടത്. അതിൽ ഇതേമാതിരി കഴുകാൻ കൊടുക്കുന്ന ക്യാരറ്റുകളാട്ടോ. ഇഷ്ടംമാതിരി ക്യാരറ്റുകളുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ഇങ്ങനെ തോട് മാതിരി ഒരു പരന്നിട്ടൊരു ഇതുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കുറവാണ്. ഇവിടുന്ന് ഈ കേക്ക് വൃത്തിയാക്കിയ വെള്ളമൊക്കെ പോകണേ കേട്ടോ. നമ്മൾ ഈ വേസ്റ്റ് വെള്ളമൊക്കെ പോകട്ടെ അങ്ങോട്ട്. പക്ഷെ ഇവിടുത്തെ മണ്ണിനൊക്കെ നല്ല വളമേ തോന്നുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു കരുത്തിലാണ് ഓരോ ചെടികളൊക്കെ ഉണ്ടായിരിക്കണതെന്നാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് ഊട്ടിപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല കരുത്തിലുണ്ടായിരിക്കണം. അപ്പം ഞാൻ ലാലുവിനോട് പറയുന്നിട്ട് എന്തോ നല്ല മണ്ണല്ലേ. നമ്മളെ നാട്ടിലൊക്കെ ചരൽ മണ്ണല്ലേ. ഞങ്ങളവിടെയൊക്കെ അങ്ങനെ കേട്ടോ. പക്ഷെ അത് ഇങ്ങനത്തെ മണ്ണിൽ എന്തുണ്ടാക്കിയാൽ ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ടോ. ഈ ചെക്കന്മാർ ഇതേമാതിരി ഇങ്ങനെ കൊടുന്ന ക്യാരറ്റുകളൊക്കെ ഇങ്ങനെ ഈ മെഷീനിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതങ്ങനെ ഈ മെഷീനിൽ നിന്ന് അങ്ങനെ മേലെ കയറിപ്പോയിട്ട് പിന്നെ നമ്മൾ ആദ്യം കണ്ടിരുന്നില്ലേ അങ്ങനെ കേക്ക് വൃത്തിയായി വരും. അങ്ങനെ അങ്ങോട്ടാ ആ ക്യാരറ്റുകളൊക്കെ അങ്ങനെ കയറിപ്പോടും. ഇതാണ് പിന്നെ അതിൻ്റെ മുന്നിലുള്ള ക്യാരറ്റ് തോട്ടട്ടാ. ഇവിടെ നട്ടാ ഞങ്ങൾ ക്യാരറ്റ് പറിച്ചിരുന്നു. അപ്പം ഞാൻ ഊട്ടിപ്പൂ ഒന്നും കണ്ടില്ല എന്ന് പറയണ്ട. ഞങ്ങൾക്ക് ഊട്ടിപ്പൂവൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തൊടൂല കേട്ടോ. ഇവിടെയൊക്കെ ഊട്ടിപ്പൂവിന് എത്ര 60 റുപ്യ അങ്ങനെ എന്തൊക്കെയുണ്ട് കേട്ടോ. 60 റുപ്യക്ക് 30 റുപ്യക്ക് 60 റുപ്യക്ക് 60 റുപ്യക്ക് 3 ഇത് കിട്ടായിട്ടാട്ടോ. പക്ഷെ ഒരു ലൂസിൽ തരൂല. അപ്പോൾ നമ്മൾ 60 റുപ്യക്ക് എന്തായാലും വേഗമല്ലോ. പക്ഷെ ഇത് ഞങ്ങളെ റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള കൃഷി സ്ഥലത്താട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഊട്ടിപ്പൂവൊക്കെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയിട്ടാ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ചെന്ന സ്പോട്ടിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമല്ലോ. അവിടെയൊക്കെ ഇങ്ങനെ ഒക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് 3 കെട്ടിന് 60 റുപ്യ അങ്ങനെയൊക്കെ ആയിട്ട്. 3 കെട്ട് എന്ന് പറയുന്നത് കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ ഒരു കെട്ട്. അത് എന്നിട്ട് ഒരു 3 ആക്കിയിട്ട് 60 റുപ്യ കിട്ടും. പക്ഷെ ലൂസ് തരില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ലൂസ് ചെയ്യുമ്പോൾ ഓർക്ക് ലാഭമില്ല.
പക്ഷെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പലതരം മാർഗ്ഗങ്ങളും കിട്ടും. അങ്ങനത്തെ ചെടികളാണ് ഇപ്പോൾ ഈ തൊടിയിലും പറമ്പിലൊക്കെ നല്ല അടിപൊളി ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ പെറുക്കി കൊടുത്തിട്ടോ ഓലവിടെ കൊടുത്ത് ഇങ്ങനെ ഓരോ പാർക്കുകളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മളെ മാതിരിയുള്ള പൊട്ടന്മാരിങ്ങനെ വന്നുകൊണ്ട് വേങ്ങി പോവുകയും ചെയ്യും. പക്ഷേ എനിക്കും അറിയില്ലായിരുന്നു, ഞാനും അതിൽ പെട്ട ഒരാളല്ലേ ഞാനും ഇത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വിടാനോ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് വേഗമാണ്. കാരണം നമ്മൾ വീട്ടിൽ വന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മയൊക്കെ വേണ്ടേ. അങ്ങനെ ഞാനും ഇതിനെ പറ്റിയൊക്കെ കുറേ പറഞ്ഞിട്ടിരിക്കണം, അല്ലാതെ നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം ഈ ഊട്ടിപ്പൂവിനൊരു പ്രത്യേകത നമ്മൾ മറ്റേ പൂക്കൾ മാത്രമല്ല, ഒരു വർഷത്തോളം നിൽക്കും, കുറേ കാലം ഇങ്ങനെ വാടാതെ പൂ നിൽക്കുന്നൊക്കെ കണ്ടു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കരുതിയത് നോണ പറയിക്കര, പിന്നെ ഒരു പൂവെന്ന് കുറേ നിൽക്കുന്നത് കൂടിപ്പോയി ഒരാഴ്ച അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് കേട്ടോ എനിക്ക്. പക്ഷേ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുറേ വീഡിയോസ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ എന്നാണ് ഞാനീ പൂവൊക്കെ കാണുന്നത്, എന്നാണ് ആരെ കാണാൻ പോകുക എന്നൊക്കെയുള്ള ഒരു ഇതായിരുന്നു അന്നൊക്കെ എനിക്ക്. അപ്പോൾ മാഷാ അല്ലാഹ് നമ്മൾ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരോളം കിട്ടുമെന്നൊക്കെ പറയുന്ന മാതിരി തന്നെ എനിക്ക് കുന്നിക്കുരോളമല്ല കേട്ടോ, മലയോളം കിട്ടിയെന്ന് അറിയട്ടെ. കാരണം ഞങ്ങൾ റൂമിൻ്റെ ചുറ്റും ഈ ഊട്ടി പൂവ് അങ്ങനത്തൊക്കെ ഓരോ പൂക്കളും ചെടികളും ക്യാരറ്റ് പാടം അങ്ങനെയൊക്കെ ആയിട്ടിട്ട് അതൊന്നും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചത് അതൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഊട്ടിൽ വന്ന ക്യാരറ്റ് ഫാക്ടറി കാണാൻ എനിക്ക് ഭയങ്കര പൂതിയായിരുന്നു. അത് ഞാൻ രാവിലെ നീച്ച സ്പോട്ടിൽ ലൊക്കേഷൻ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ, ക്യാരറ്റ് ഫാക്ടറി പറഞ്ഞിട്ട്. കാരണം കുറേ വീഡിയോസുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പൂതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരെ താഴെയുള്ള റോട്ടിൽ ഇറങ്ങിയപ്പോൾ രണ്ടും നടന്നിട്ട്, അതായത് എനിക്ക് ഊട്ടിപ്പൂ തോനെ കിട്ടുകയും ചെയ്ത്, ക്യാരറ്റ് ഫാക്ടറി കാണാൻ പറ്റി, ക്യാരറ്റ് പറിച്ചാൻ പറ്റി, ഒരു പോക്കിൽ തന്നെ പലതും എനിക്ക് പറ്റിയിട്ടാണ്. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചുകൊണ്ടാവും പറിച്ചാൻ കണ്ടാൽ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോണ വഴിക്ക് റോട്ടുമൊക്കെ നിറച്ചത് കണ്ടപ്പോൾ ഞാൻ ലാലുവിനോട് അറിഞ്ഞു, വെറുതെ പൈസ എടുത്ത് വേണ്ടല്ലോ, അതാക്കണമെന്ന് ഇഷ്ടം മാതിരി അറിഞ്ഞിട്ട് ഞാനത് എനിക്ക് കിട്ടുന്നിടത്തോളം ഞാൻ പറിച്ചെടുത്താട്ടോ. അത് നമ്മൾ മലയാളികൾ അങ്ങനെ ഇടല്ല, വെറുതെ കിട്ടിയാൽ ഫുള്ള് എടുക്കുന്ന പറഞ്ഞാൽ മാതിരി. ഇത് വേറൊരു ഐറ്റം ചെടി, എനിക്ക് അതേ മോഡൽ ചെടികളും കിട്ടും, നല്ല രസമുള്ള ചെടികൾ. പക്ഷെ ഒന്നും നമ്മളെ നാട്ടിലേക്ക് പറ്റില്ല എന്ന് കേട്ടോ, കാരണം കാലാവസ്ഥ മാറിയാൽ ചെടി പിടിച്ചില്ലല്ലോ. അപ്പോൾ ലാവ് എന്നെ ചീത്ത അറിയിട്ടോ, മതിരി അറിയിട്ട് ഇതൊക്കെ കൂടെ കണ്ടിട്ട് ഇങ്ങോട്ട് പോരാനും തോന്നില്ല. കാരണം അത്രയ്ക്ക് ഞാൻ പൂതി വെച്ചിരുന്നു. ആരെങ്കിലും ഊട്ടി പോയി വരുമ്പോഴൊക്കെ അവളോട് പറഞ്ഞിട്ടാ ഊട്ടിക്ക് കിട്ടിയാൽ കൊടുത്തരാ എന്നൊക്കെ. പക്ഷെ ഓല് ഇതേമാതിരി പൈസ എടുത്ത് വേങ്ങുന്നല്ലേ, അപ്പോൾ ഓല് തരുന്നതിനൊക്കെ ഒരു കണക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് പോതിക്കൊന്നോ രണ്ടെണ്ണമൊക്കെ തരികയെന്നല്ലാതെ. പക്ഷേ എനിക്ക് അപ്പോഴൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ എല്ലാവരും പോയി കൊണ്ടുവന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. എനിക്ക് വലിയൊരു പൂതിയായിരുന്നു ഈ ഒരു ഊട്ടിപ്പൂ കാണാൻ. അപ്പോൾ എന്തായാലും ഞാൻ ആഗ്രഹിച്ചിലേറെ ഇഷ്ടം മതിൽ എനിക്ക് കിട്ടിയിട്ടാണ്. ഇത്രയും കിട്ടിയിട്ട് എനിക്ക് പോരാന്നുള്ള ചിന്ത ഒന്നുമില്ല. ഞാൻ പിന്നെയും പോയി പറിച്ചല്ലേ കേട്ടോ. അപ്പോൾ ലാലും ഇങ്ങനെ കാത്തിക്കട്ടില്ല, കാരണം റൂമിൽ ഫുഡ് എത്തിക്കിടെ ഇറങ്ങി വെച്ചിട്ട് നമ്മൾ ചെല്ലാൻ വൈകിയാൽ പിന്നെ ഫുഡ് തണുക്കുമല്ലോ. അപ്പോൾ ലാലും കൊണ്ട് പറയുന്നു വേഗം വാ എന്ന് പറഞ്ഞിട്ടാ. പക്ഷേ എനിക്കിതൊക്കെ കൂടെ കണ്ടിട്ട് കൊണ്ട് പോകാനും തോന്നില്ല. ഞാൻ പറിച്ചപ്പോൾ പറിച്ചിട്ട് കഴിക്കാൻ കൊള്ളുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ബാക്കി വണ്ടിമ്മ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇരുന്ന് ഇങ്ങനെ പറിച്ചതാണ്. അപ്പോൾ ലാലും എന്നോട് അറിയാം നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു വിധാവും എന്ന് പറഞ്ഞിട്ട്. അത് ശരിയാണ് കേട്ടോ. നാട്ടിലേക്ക് എത്തിയപ്പോൾ ഇലക്ക് ഇങ്ങനെ വാടിയില്ല, പക്ഷെ പൂവിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. പൂ കുറേ കാലം നിൽക്കും കേട്ടോ. അങ്ങനെ അതേമാതിരി പൂ ഞാൻ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. വെള്ളത്തിലൊക്കെ നിൽക്കുമ്പോൾ കുറേ നിൽക്കും കേട്ടോ. എന്താണെന്നാലും പൂവിന് കേടില്ല. നമ്മളെ തണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇലക്കെ ഇങ്ങനെ വാടിപ്പോകുന്നല്ലാതെ പൂ ഒറിജിനൽ എന്താ പറയുക, നമ്മളെ പ്ലാസ്റ്റിക് മാതിരി തന്നെ ആ സംഭവം കേട്ടോ. കണ്ട ഒറിജിനൽ പൂവാണെന്നൊന്നും തോന്നില്ല. അങ്ങനെ പിന്നെ എന്തായാലും അവിടുന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റൂമൊക്കെ എത്തിയപ്പോൾ ഇതൊക്കെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷേ ഞങ്ങൾ റൂമൊക്കെ പോകണടുത്തല്ല കേട്ടോ. ഇത് വേറൊരു ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലം കേട്ടോ. അവിടെ ഇതേമാതിരി നിറച്ചുണ്ട് കേട്ടോ ഈ ഊട്ടിപ്പൂവ്. അപ്പോൾ എനിക്ക് അവിടുന്ന് പറിച്ചതിന് പുറമെ അവിടെ കണ്ടപ്പോൾ അവിടെ നിന്നും പറിച്ചത് കേട്ടോ. അപ്പോൾ ലാലിനെ കടിയൊക്കെ നിൽക്കിച്ച് വല്ലാത്തൊരു പിരാന്തൊക്കെയാണ്, അവിടുന്ന് കിട്ടിയൊന്നും പോരാ എനിക്ക് വെച്ചിട്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അതൊക്കെ വിരിഞ്ഞിക്കണം. അപ്പോൾ ഞാൻ ലാലിനോട് അത് കുറച്ച് മുട്ടാണ്, ഇത് വിരിഞ്ഞതാണ് പറഞ്ഞിട്ട് ഞാൻ പറിച്ചതിന് പുറമെ വിരിഞ്ഞതാണ് പറഞ്ഞിട്ട് ഇവിടുന്നും പറിച്ചുണ്ട് കേട്ടോ. അപ്പോൾ ലാലിനോട് ചോദിച്ചു ഇതൊക്കെ കൂടി നമുക്ക് എന്തിനാണ്. ഞാൻ പറഞ്ഞു ആർക്കേലൊക്കെ കൊടുക്കാം, ഇത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു, അപ്പോൾ ഓർക്കൊക്കെ കൊടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ടാ ഞാനതിങ്ങനെ നടന്ന് പൊട്ടിച്ചത്. ഇവിടെ നോക്കുമ്പോൾ ചെടി നമ്മളെ മുറ്റത്തൊക്കെ ഉണ്ടാവുമല്ലോ, എന്നാൽ മാതിരി ചുറ്റിങ്ങനെ പൂട്ട് നിൽക്കും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനും. അപ്പം എനിക്കിതിങ്ങനെ കണ്ടാൽ ഭയങ്കര പൊലിവ്. അത്രയ്ക്കും ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഈ ഒരു ഊട്ടിപ്പൂവിന് വേണ്ടിയിട്ട്. പക്ഷെ അൽഹംദുലില്ലാ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്ന കുറേയൊക്കെ നടക്കും, കുറേയൊന്നും നടക്കില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാതാവും നമ്മൾ അത്രയ്ക്കും ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ നടക്കുക. എന്നാൽ മാതിരി തന്നെ കേട്ടോ എനിക്ക് ഈ ഊട്ടിപ്പൂവും ക്യാരറ്റ് ഫാക്ടറിയൊക്കെ കണ്ടപ്പോൾ എന്തോ നല്ല സ്വർഗ്ഗം കിട്ടിയ മാതിരി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.